ഹലോ, വെൽക്കം ടു ഗേൾസ് ട്രിപ്പ് ഡേ 2. കൊച്ചിയിലെത്തിയിട്ട് രണ്ടാം ദിവസം ഞങ്ങൾ നല്ല ലേറ്റായിട്ട് എത്തിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് എസ് ജംഗ്ഷനിലുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ്. സത്യം പറഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ടാണ് ഞങ്ങൾ മെട്രോ തിരഞ്ഞെടുത്തത്. മാത്രമല്ല എങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. മെട്രോ വന്നു, മെട്രോയിൽ കയറി. ശരിക്കും പറഞ്ഞാൽ മെട്രോയിൽ മോള് ചേച്ചി അമ്മ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഹാപ്പിനെസ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീഡിയോ. പിന്നെ നിസി അവിടെ ഇരുന്ന് കുറേ നേരം ഫോൺ വെച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുവഴി നമുക്ക് എടപ്പള്ളിയൊക്കെ കാണാം. എടപ്പള്ളിയിലെ പള്ളി ശരിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വെയിലായതുകൊണ്ട് നടന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ലുലു മോളിലെത്തി കേട്ടോ. ലുലു ഞങ്ങൾ തിരഞ്ഞെടുത്തത് ചൂടായതുകൊണ്ടാണ്. അവിടെ ആകുമ്പോൾ കുറച്ച് AC ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ പാടെ ഒരു ബുക്ക് സ്റ്റോൾ കണ്ടു. അങ്ങനെ 2 ബുക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിൽ കയറി. കുറച്ചധികം ഡ്രസ്സൊക്കെ നോക്കി. ഒന്നും മേടിച്ചില്ല, ജസ്റ്റ് കുറേ മിറർ സെൽഫീസും അവിടെയുള്ള കുറേ കളക്ഷൻസൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ താഴെ വന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ സെൽഫീസും കാര്യങ്ങളും കുറേ ഫോട്ടോസും അവിടെ ഫ്രണ്ടിൽ നിന്നെടുത്തു. അപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ വിശപ്പടിച്ച് തുടങ്ങി. ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളിയിലുള്ള ഇല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ശരിക്കും നല്ല റെസ്റ്റോറൻ്റാണ്, പക്ഷേ അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടവിൽ വന്നു, ആലുവയിലുള്ള. ശരിക്കും എനിക്കിത് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും. അതും ഒരു കോമഡി ആയിരുന്നു കേട്ടോ. നിസിക്ക് മാത്രം ആ ചേട്ടൻ വിളമ്പിയില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടെ, അവളെ കാണാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ചോറ് വിളമ്പിയത്. കറികളൊന്നും അവളുടെ ഇലയിൽ കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കടമക്കുടിയിലാണ്. കടമക്കുടി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ഐലൻഡാണ്. ശരിക്കും നല്ല രസമുള്ളൊരു ഐലൻഡ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഞങ്ങളങ്ങനെ അവിടെ ബോട്ടിങ്ങിനൊക്കെ പോയി. ഒരു ഈവനിങ് ഫുൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ സൺസെറ്റും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു.